ഹലോ മൈ ഡിയേഴ്സ്, ഇന്നൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ? നമ്മുടെ ഡയമണ്ട് കട്ട്സ് പോലെ എന്തോ ഒരു സാധനമാണെന്ന് തോന്നുന്നു. അതോ അത് തന്നെയാണോ എന്ന് ഇന്നത്തെ വീഡിയോയിൽ കൂടി നമുക്കൊന്ന് നോക്കിയാലോ. വളരെ എളുപ്പത്തിൽ ഡയമണ്ട് കട്ട്സ് നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. പക്ഷെ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ. ഈ ഒരു പിക്ചർ കണ്ടപ്പോൾ എല്ലാവർക്കും കുറച്ചൊരു ഐഡിയ കിട്ടിക്കാണും. ഇത് നമ്മുടെ പ്രവാസികളുടെ സ്വന്തം കുബൂസാണ്. പ്രവാസികൾക്ക് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് കുബൂസ്. പ്രത്യേകിച്ച് GCCയിലുള്ളവർക്ക് ഈ കുബൂസ് എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴെങ്കിലും വാങ്ങിക്കാത്ത ഒരു പ്രവാസി ഉണ്ടാവില്ല. കുബൂസ് ചിലർ ഡെയിലി ഡിന്നറിന് കുബൂസ് ആയിരിക്കും എടുക്കുന്നത്. കുബൂസ് പിന്നെ എല്ലാ നോൺ വെജ് കറികളോടുകൂടിയും വെജിറ്റേറിയൻ കറികൾക്കും എല്ലാം ചേരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇത് മിക്കവാറും എല്ലാവരും വാങ്ങി പല ടൈപ്പ് കിട്ടും കേട്ടോ. മീഡിയം ടൈപ്പ് കിട്ടും, ചിലപ്പം വലിയ കുബൂസ് ആയിരിക്കും. അന്നേരം ചില സമയത്ത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ ചിലപ്പം വലുതേ ഉണ്ടാവുള്ളൂ, മീഡിയം ടൈപ്പ് കാണില്ല. അന്നേരം പിന്നെ അത് ഒരുപാട് മെമ്പേഴ്സ് ഉള്ള ഫാമിലിയിൽ ചിലവാകും. അല്ലാത്ത ഫാമിലീസും മിക്കവാറും അത് അവിടെ ഇരുന്ന് പിന്നെ അതെടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. 1-2 ദിവസത്തേക്കുള്ളത് ഉപയോഗിക്കാൻ പിന്നെ അത് ചൂടാക്കി എടുക്കുമ്പോൾ ആ ഒരു ഫ്രഷായിട്ട് കഴിക്കുന്ന ആ ഒരു ഇത് കിട്ടില്ലല്ലോ. അന്നേരം മിക്കവാറും എല്ലാവരും എടുത്ത് കളയും. അന്നേരം അത് ഇനി ആരും കളയണ്ട, വേസ്റ്റ് ആക്കാതെ നമുക്ക് അത് നല്ലൊരു സ്നാക്ക് റെസിപ്പി ആയിട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം വാങ്ങിച്ചപ്പോൾ എനിക്ക് അത് അധികം വന്നു. അത് ഞാനെങ്ങനെ സ്നാക്ക് റെസിപ്പിയായി മാറ്റാമെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് വലിയ കുബൂസായിരുന്നു കേട്ടോ. ഞാനതിപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതേപോലെ എടുക്കാം. ചെറിയ ഷേപ്പിലാക്കിയിട്ട് വലുതാകുമ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കണമല്ലോ. ആക്കിയിട്ട് നമ്മളത് ട്രയാങ്കിൾ ഷേപ്പോ റെക്റ്റാങ്കിൾ ഷേപ്പോ സ്ക്വയറോ ഡയമണ്ട് കട്ട് ഷേപ്പോ ഏത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ആക്കിയെടുക്കാം. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ചിലത് സ്ക്വയർ, ചിലത് റെക്റ്റാങ്കിൾ, അങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് എണ്ണയിൽ വറുത്ത് കോരാവുന്നതാണ്. വളരെ ഈസിയാണ് കേട്ടോ. വെറുതെ വേസ്റ്റ് ആക്കുകയും വേണ്ട. നല്ലൊരു സ്നാക്ക് ഐറ്റമായിട്ട് നമുക്കത് യൂസ് ചെയ്യുകയും ചെയ്യാം. യൂഷ്വലി നമ്മൾ ഡയമണ്ട് കട്ട്സ് ഉണ്ടാക്കുന്നത് മൈദയിലോ ഗോതമ്പിലോ ഒക്കെയാണ്. അത് പിന്നെ നമ്മൾ മാവൊക്കെ കുഴച്ചെടുത്ത് അങ്ങനെയൊക്കെ ചെയ്യണമല്ലോ. ഇത് വളരെ ഈസി അല്ലേ. ഓൾറെഡി നമുക്ക് പ്രിപ്പയർഡായിട്ട് പരത്തിയൊക്കെ എടുക്കണം. പിന്നെ അതൊന്നും ചെയ്യണ്ട. ഇത് നമുക്ക് ഓൾറെഡി കുക്ക്ഡായിട്ടുള്ള കുബൂസ് ഉണ്ട്. ഇതിനെ ചെറിയ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം, പിന്നെ എണ്ണയിൽ വറുത്ത് കോരണം. അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണെന്ന് ഒന്ന് നോക്കിയാലോ. ഞാനിവിടെ ഇപ്പം വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. നിങ്ങൾ സൺഫ്ലവറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സൺഫ്ലവറിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ എല്ലാം കുക്കിംഗ് ചെയ്യുന്നത് കൂടുതലും കോക്കനട്ട് ഓയിലാണ്. അതുകൊണ്ടാണ് കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എണ്ണ നല്ലതായിട്ട് ചൂടാണ് കേട്ടോ. നല്ല ചൂടായി വരുമ്പോഴത്തേക്ക് ഒന്ന് ഫ്ലെയിം മീഡിയം ആക്കിയിട്ട് നമ്മുടെ കുബൂസ് ചെറുതായിട്ട് കട്ട് ചെയ്തത് അതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. മീഡിയം ഫ്ലെയിം തന്നെ വറുത്ത് കോരണം കേട്ടോ. ഒരുപാട് ഹൈ ഫ്ലെയിമിലാകുമ്പോൾ ഇത് ഓൾറെഡി തീരെ കട്ടിയില്ലാത്ത ഐറ്റം അല്ലേ. അന്നേരം പെട്ടെന്ന് ഇത് ഫ്രൈ ആയി നമുക്ക് കിട്ടും കേട്ടോ. ഒരു ലൈറ്റ് ബ്രൗൺ, ഒരുപാട് അങ്ങ് ഡാർക്ക് ആക്കരുത്, പിന്നെ ഇത് ഇരുന്നൊന്ന് മൂക്കുമല്ലോ. അതുകൊണ്ട് ആ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് വറുത്ത് കോരാവുന്നതാണ് കേട്ടോ. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇടാതെ ഈ ഒരു കളർ ചേഞ്ച് വരുമ്പോഴത്തേക്ക് തന്നെ നമുക്കത് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ്. ഇങ്ങനെ ഞാനൊരു 2-3 പ്രാവശ്യമായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പിന്നെ നമുക്ക് ഏത് ഫ്ലേവറാണ്, നമുക്കിപ്പോൾ സ്പൈസിയാണ് ഇഷ്ടമുള്ളവർക്ക് അതിൻ്റെ കൂടെ മുളക് പൊടിയോ അല്ലെങ്കിൽ ചാട്ട് മസാലയോ ഒക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്വീറ്റ് ടേസ്റ്റാണ് ഇഷ്ടമുള്ളതെങ്കിൽ സ്വീറ്റ്, അതായത് പഞ്ചസാര പാനി ആക്കിയിട്ട് അതിലിട്ട് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര പാനി ഒരു നൂൽ പരുവത്തിലാക്കി ഒന്ന് പഞ്ചസാര പാനിയാക്കി എടുക്കണം. എന്നിട്ട് അതിനകത്തോട്ട് ഈ ഡയമണ്ട് കട്ട്സ് ഇട്ടിട്ട് അത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. സ്പൈസി ടൈപ്പ് ഇഷ്ടമുള്ളവർ ചില്ലി പൗഡറോ ചാട്ട് മസാലയൊക്കെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഞാനൊരു 2-3 ട്രിപ്പായിട്ട് വറുത്ത് കോരിയിട്ടുണ്ട്. ഞാൻ യൂഷ്വലി ചെയ്യുന്നത് ഇതൊരു കണ്ടെയ്നറിലാക്കി വെക്കും. പിന്നെ ഞാൻ കൂടുതലും സ്പൈസി ആയിട്ടാണ് എടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ കരിവേപ്പിലയൊക്കെ വറുത്തിടേണ്ടവർക്ക്, സ്പൈസി ആയിട്ട് എടുക്കുന്നവർക്ക് കരിവേപ്പിലയൊക്കെ വറുത്തെടുക്കാം കേട്ടോ. കരിവേപ്പിലയും കൂടെ വറുത്ത് കോരി അതായത് ചാട്ട് മസാലയും മുളക് പൊടിയും നമ്മളിട്ട് മിക്സ് ചെയ്തെടുക്കില്ലേ, അന്നേരം അത് അങ്ങനെയും വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിത് എല്ലാം ഒന്ന് വറുത്ത് കോരി
ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഞാനൊരു കണ്ടെയ്നറിൽ ബോട്ടിൽസിലാക്കി വെക്കും. പിന്നെ എടുക്കുന്ന ടൈം ഞാൻ ചാട്ട് മസാലയോ എന്തെങ്കിലും മിക്സ് ചെയ്ത് അങ്ങനെ എടുക്കാറേ ഉള്ളൂ. പിന്നെ കരിവേപ്പിലയൊക്കെ ഇടേണ്ടവർക്ക് ഈ ടൈം തന്നെ അത് വേണമെങ്കിൽ വറുത്ത് നമുക്ക് അന്നേരം തന്നെ എടുത്ത് ഇതിപ്പോൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ എല്ലാം ഒരേ ടൈപ്പായിട്ട് ചെയ്ത് വെക്കുന്നില്ല. 2 ടൈപ്പായിട്ട് വേണമെങ്കിൽ ചെയ്യാമല്ലോ എന്ന് വെച്ചാൽ അത് കണ്ടെയ്നറിലാക്കി വെച്ചു. പിന്നീട് ഞാനത് സ്പൈസി ആക്കിയാണ് എടുത്തത്. അപ്പോൾ ഇന്നത്തെ വളരെ എളുപ്പമല്ലേ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ആരും ഇനി കുബൂസ് അധികം വന്നാൽ കളയണ്ട, ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ അന്നേരം തന്നെ ഇതൊക്കെ തീർന്നോളും. ചായയുടെ കൂടെ സ്നാക്കായിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ സ്നാക്കായിട്ട് കൊടുത്തും വിടാം. എല്ലാവരും അന്നേരം ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, വളരെ ഈസി അല്ലേ. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരെ ഉടനെ തന്നെ ലൈക്ക് ചെയ്തോളൂ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും എൻ്റെ ലൈവിലും കൂടി വരാൻ ശ്രമിക്കൂ. മൺഡേ ടു ഫ്രൈഡേ ഡെയിലി ചാനൽ ത്രൂ ലൈവ് ഉണ്ട്. ഈവനിങ് ടൈം ആഫ്റ്റർ 6 o'clock ഇന്ത്യൻ ടൈമാണ്. അപ്പോൾ എല്ലാവരും വരാൻ ശ്രമിക്കൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് ബൈ ഫ്രം സ്വപ്ന അരുൺ.